10 വയസ്സ് മാത്രം പ്രായമായ ഒരു പിഞ്ചു പെൺകുട്ടി സിറാജുന്നീസയെ അന്ന് പാലക്കാട്ട് വെച്ച് പോലീസ് വെടിവെച്ച് കൊന്നു. അതായിരുന്നു കാലം. വർഗീയ സംഘർഷങ്ങളുടെ, പോലീസ് വെടിവയ്പ്പുകളുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗാലൻ കണക്കിന് മനുഷ്യരക്തം ഒഴുകിപ്പടർന്ന ഒരു കാലം, അശാന്തിയുടെ കാലം. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു? വർഗീയവാദികളുടെ പിന്തുണയോടെയാണ് UDF സർക്കാർ അധികാരത്തിലിരുന്നത്. അതുകൊണ്ട് ഒരു വർഗീയവാദിക്കുമെതിരായ നിലപാട് സ്വീകരിക്കാൻ ഉമ്മൻചാണ്ടി സർക്കാരിന് സാധിക്കുമായിരുന്നില്ല. വർഗീയ വിഷം വമിക്കുന്ന പ്രസംഗം നടത്തിയ പ്രവീൺ തൊഗാഡിയക്കെതിരെ കോഴിക്കോട്ട് പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. എന്നാൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആജ്ഞയ്ക്ക് മുൻപിൽ മുട്ടുമടക്കി മണിക്കൂർ വെച്ച കേസ് പിൻവലിക്കേണ്ടി വന്നു ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്. വർഗീയവാദികളുടെ തിട്ടൂരങ്ങൾക്ക് കീഴടങ്ങേണ്ടി വന്ന ഒരു സർക്കാരായിരുന്നു. നമ്മുടെ തിരുവനന്തപുരം MG കോളേജിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ RSS ക്രിമിനൽ സംഘം ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു. അയാളുടെ കാല് ചിതറിപ്പോയി. സ്വാഭാവികമായി വധശ്രമത്തിന് കേസെടുത്തു. പക്ഷേ RSSന്റെ ആജ്ഞ വന്നു, ഇപ്പൊ പിൻവലിക്കണം കേസ്. പിൻവലിച്ചു കൊടുത്തു. ഇത് RSSന്റെ ആജ്ഞയ്ക്ക് മുൻപിൽ മാത്രമല്ല മുട്ടുമടക്കിയത്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ പ്രമാദമായ പല കേസുകളും പോപ്പുലർ ഫ്രണ്ട് വർഗീയവാദികൾ പ്രതികളായ കേസുകൾ ആ കാലത്ത് പിൻവലിക്കപ്പെട്ടു. പല